ഹലോ എവരി വൺ വെൽക്കം ടു നിമിഷ സ്മാർട്ട് കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുക റംസാൻ സ്പെഷ്യൽ എഗ് പക്കോടയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്തൊന്ന് കഴിച്ച് നോക്കണേ. നമുക്ക് എഗ്ഗ് മാത്രമല്ല, അകത്ത് നമ്മൾ ഫില്ലിങ്ങും വയ്ക്കുന്നുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കി, ട്രൈ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും മറന്നു പോലെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 3 ഉരുളക്കിഴങ്ങ് ഞാൻ പുഴുങ്ങി മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ അതേ ഗരം മസാല, കുരുമുളക് പൊടിച്ചത്, ചാറ്റ് മസാല, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കകത്ത് ചോപ്പറിനകത്താണെങ്കിൽ ഒരു സവാള, പിന്നെ ഒരു 5-6 പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്തെടുക്കാം. പിന്നെ മല്ലിയില അരിഞ്ഞത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ചാറ്റ് മസാല ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തില്ലായിരുന്നു, ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സാക്കി നമ്മുടെ സ്റ്റഫിങ് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കാണെങ്കിൽ 250 ml കപ്പിന് 1 കപ്പ് കടലമാവ് ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1 ടീസ്പൂൺ അരിമുളകും, 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. മീഡിയം തിക്ക് ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഒത്തിരി ഫ്ലോയി ആയിട്ട് എടുക്കൽ, അല്ലെങ്കിൽ പിന്നെ ബാറ്ററൊക്കെ വലിയ ഒലിച്ചു പോയി കഴിഞ്ഞാൽ സ്റ്റഫിങ് എന്ന് വെച്ചാൽ നന്നായിട്ട് കോട്ടായി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം തിക്ക് ബാറ്റർ വേണം റെഡിയാക്കി എടുക്കാനായിട്ട്. ഒരു സൈഡ് എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അതാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മേളിൽ കൂടെ നന്നായിട്ട് ഒരു ഡയറക്ഷൻ തന്നെ മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ ചൂടെണ്ണ, നന്നായി ചൂടായി കിടക്കുന്ന എണ്ണ 1 ടേബിൾ സ്പൂൺ ഞാൻ നിറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇതാണെങ്കിൽ നമുക്ക് നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടാനും പിന്നെ നല്ലൊരു സോഫ്റ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വേണ്ടിയാണ് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാൻ 5 മുട്ട പുഴുങ്ങി ഇതേപോലെ നടുക്കിന് പൊളന്ന് 2 ഇങ്ങനെ 2 പാർട്ടായിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫില്ലിങ് റെഡിയാക്കി വെച്ചേക്കുന്നില്ലേ, അത് നമ്മളാണെങ്കിൽ മുട്ടയുടെ ഉണ്ണി ഏത് ഭാഗത്താണ് ഉള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് നമുക്ക് ആ സ്റ്റഫിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല മുട്ടയുടെ ഷേപ്പ് തന്നെ ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ബാറ്ററിനെ ഡിപ്പ് ചെയ്യാം. ചൂടായി കിടക്കുന്ന എണ്ണയിലോട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആദ്യം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് എടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റത്തേക്ക് വെച്ചതിന് ശേഷം നമുക്ക് വേണം എടുത്ത് മാറ്റാൻ. അപ്പോൾ അതിനകത്ത് എത്ര എക്സ്ട്രാ ഓയിൽ ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം പോയി കിട്ടും. അതിന് വേണ്ടിയാണ് നമ്മൾ 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പറയുന്നത്. പിന്നെ ഇതിടയ്ക്ക് കുറച്ച് എണ്ണയായിട്ട് മേളി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ തിരിച്ച് മറ്റേ സൈഡും നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്നതെന്നോ യൂസ്ഫുൾ ആവുന്നതെന്ന് തോന്നുവാണെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ടും ചെയ്യാൻ മറന്നു പോലെ. പിന്നെ എന്തൊക്കെയാണ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായിട്ടും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ എഗ് പക്കോട റെഡി ആയിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ഗ്രീൻ ചട്നിയിലൂടെ ആണെങ്കിൽ എൻജോയ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.